വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ ദൈവവചനമായിട്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ചതിനോർത്ത് സ്തോത്രം ചെയ്യുന്നു. ജീവ സന്ദേശത്തിലേക്ക് നിങ്ങളേവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവേവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കാനെടുത്തിരിക്കുന്ന വേദഭാഗം ദാനിയേൽ പ്രവചന പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായം, അതിൻ്റെ 11 അതുപോലെ 28 രണ്ട് വാക്യങ്ങളിൽ നിന്നാണ് ചില കാര്യങ്ങളെ നിങ്ങളോട് ആലോചന പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്നു, ദാനിയേൽ തൻ്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, 6:28, എന്നാൽ ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാഴ്സി രാജാവ് കോരസിൻ്റെ വാഴ്ചയിലും ശുഭമായിരുന്നു. ഹല്ലേലൂയ. ഈ ഒരു രണ്ട് വാക്യത്തിൽ നിന്ന് അല്പമായിട്ട് ദൈവവചനം നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവചന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ബാബേൽ പ്രവാസവാസത്തിലായിരുന്ന ദാനിയേൽ തൻ്റെ ആ ദൈവത്തിലുള്ള ആശ്രയവും ദൈവം തന്നെ കൈവിടാതിരിക്കുന്നതുമാണ് ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് പഴയ നിയമത്തിലെ വെളിപ്പാട് എന്നാണ് ഈ ദാനിയേൽ പ്രവചനത്തിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ബാബിലോണിലെ പ്രവാസ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ രാജ്യം ആക്രമിക്കപ്പെട്ടു. അതുപോലെ തന്നെ അവിടെ നിന്ന് ബദ്ധന്മാരായി വന്നിട്ട് ഇവിടെ ഇവരെ പ്രവാസികളായി പിടിച്ചു കൊണ്ടുപോയ ഒരു ടൈം ആയിരുന്ന സമയത്തും ദൈവത്തിൽ ആശ്രയം ആരൊക്കെ വച്ചിരുന്നു അവരെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. അവരെ ദൈവം അത്ഭുതകരമായി നടത്തുന്നതാണ് ഇവിടെ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഇതിൻ്റെ പുസ്തകത്തിൽ ആദ്യം തന്നെ 2-3 ബാലന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ശദ്രക്, മേശക, അബേദ്നഗോവും അതുപോലെ തന്നെ അവരുടെ പേരെല്ലാം മാറ്റി. ദാനിയേലിൻ്റെ തന്നെ പേര് ബേൽശസ്സർ എന്നാണ്. പേരെല്ലാം മാറ്റിയതിന് ശേഷമാണ് അവരുടെ വിദ്യകളും മറ്റു കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചു. എങ്കിലും എന്തോ ചെയ്തു, ഇവർ ദൈവത്തെ വിട്ട് കളഞ്ഞില്ല. ഞാനിന്ന് നിങ്ങളോട് പറയട്ടെ, നമുക്ക് ഒരു ഞായറാഴ്ച ആരാധനയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടിവരവില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം തണുത്തു പോകും. പക്ഷേ ഇവരുടെ വിശ്വാസം തണുത്തില്ല. ഇവർ പ്രതികൂലത്തിലായിരുന്നു. ഇവർക്ക് പ്രാർത്ഥിക്കാൻ അവസരമില്ലായിരുന്നു. ഇവർക്ക് ബൈബിൾ വായിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. സകല സാഹചര്യങ്ങളും ഇവരുടെ മുമ്പിൽ അടഞ്ഞിരുന്നു. പക്ഷേ ഇവർ എന്തോ ചെയ്തു, ദൈവത്തിൽ വിശ്വസിച്ചു. ഈ ദൈവം ഞങ്ങളെ വിടുവിക്കും, ഈ ദൈവം ഞങ്ങളെ അത്ഭുതമായി നടത്തും, ഈ ദൈവം ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് വിശ്വസിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവരെ ഏറ്റവും ഉന്നതിയിലെത്തിച്ചു ദൈവം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ തകർന്ന അവസ്ഥയിലാണോ? ഇന്ന് നിങ്ങൾ പ്രതികൂലത്തിലാണോ? ഈ കർത്താവിനെ അറിഞ്ഞിട്ടും എനിക്കൊരു വിടുതൽ പ്രാപിച്ചില്ല, എനിക്കൊരു നന്മ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല, എനിക്കൊരു അനുഗ്രഹം പ്രാപിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ പറയുകയാണോ? നിങ്ങൾ കർത്താവിൽ മുറുകെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും? നിങ്ങളെ ദൈവം അത്ഭുതകരമായി വിടുവിക്കും. ഇന്ന് ഞാൻ എടുത്ത വാക്യത്തിലേക്ക് വരട്ടെ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അപ്പോൾ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു. അതിനു മുമ്പുള്ള സാഹചര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ, ദൈവത്തോട് പ്രാർത്ഥിക്കരുത്. ഇവിടെ ദാനിയേലിനെ എങ്ങനെയെങ്കിലും കുരുക്കണം, ദാനിയേലിൻ്റെ പ്രാർത്ഥന എങ്ങനെയെങ്കിലും നിർത്തണം, ദാനിയേലിൻ്റെ മുമ്പോട്ടുള്ള പോക്ക്, അവൻ്റെ അത്ഭുതകരമായുള്ള നടത്തം, അവൻ ആരുടെ മുമ്പിലും തോൽക്കാതെ നടക്കുന്നത് എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം എന്നുള്ള ആ ഒരു പിശാചിൻ്റെ തന്ത്രം. പിശാച് എന്തോ ചെയ്തു? മനുഷ്യരെ ആയുധമാക്കിയെടുത്തു. മനുഷ്യരെ ആയുധമാക്കിയെടുത്തിട്ട് എന്തോ ചെയ്തു? അവനെതിരെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. എങ്ങനെ ഈ ദാനിയേലിനെ എങ്ങനെ തോൽപ്പിക്കാം, എങ്ങനെ പരാജയപ്പെടുത്താം? ഇന്നും നോക്കുന്നത്, പിശാചി നോക്കുന്നത് ദൈവമക്കളെ എങ്ങനെ പരാജയപ്പെടുത്താം, ദൈവമക്കളെ എങ്ങനെ താഴെ തള്ളിയിടാം. ഇവൻ അനുഗ്രഹിക്കപ്പെട്ട പോകുന്നത് ഒത്തിരി പ്രതികൂലം സൃഷ്ടിച്ചിട്ടും ഒത്തിരി പ്രശ്നം സൃഷ്ടിച്ചിട്ടും എന്തോ ചെയ്തു? ഇവൻ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവരെ തീക്കകത്തിട്ട് കളഞ്ഞതാണ്. തീക്കകത്തിട്ട് കളഞ്ഞപ്പോൾ പലരും ചിന്തിച്ചു, ഇതോടുകൂടി അവസാനിച്ചു, ഇതോടുകൂടി സകലതും തീർന്നു, ഇതോടുകൂടി ഇനി ഇവരുടെ എന്തോ ചെയ്യത്തില്ല, ഒരു പൊടി പോലും കിട്ടത്തില്ല എന്ന് പിശാചി ചിന്തിച്ചു. പക്ഷേ അവിടെ നിന്ന് തീക്കകത്ത് നിന്നും പുറത്തു വന്നു. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ആരൊക്കെയോ തീക്കകത്തൂടെ കടന്നു പോയവരാണ്. ആരൊക്കെയോ വെന്ത് കരിഞ്ഞു പോകുമെന്ന് കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചവരാണ്. പക്ഷേ ആ വെന്ത് കരിഞ്ഞു പോകുമെന്ന് പിശാചി ചിന്തിച്ച അവിടെ നിന്നും കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഇന്നും നിങ്ങൾ പ്രതികൂലങ്ങളിലൂടെ പോവുകയാണ്. ഈ വചനം കേൾക്കുന്ന ഏതോ സഹോദരിമാർ, ഞാൻ ഇപ്രകാരം ദൈവാത്മാവിൽ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ആരൊക്കെയോ പ്രാർത്ഥിക്കരുത്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളെ തടഞ്ഞു കളയുന്ന, ബൈബിൾ വായിക്കരുത്, അവിടെ പോകരുത്, ഈ ദൈവത്തിൽ ആശ്രയിക്കരുത് എന്നുള്ള നിർബന്ധത്തിൽ ആരൊക്കെയോ തകർന്നിരിക്കുന്നവരുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് പലരെയും അറിയാം. ഈ ബൈബിൾ വായിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ ആ ലോക്കുകളെ ഇളക്കി മാറ്റിയവരെ എനിക്കറിയാം. ഈ ബൈബിൾ
ഒരു ചവറ്റുകുട്ടയിൽ ഇട്ട് വച്ചിരുന്നതിന് ശേഷം അവിടെ നിന്ന് എടുക്കുന്നത് വായിച്ച സഹോദരിമാരെ എനിക്കറിയാം. പക്ഷേ ഞാനിന്ന് നിങ്ങളോട് പറയട്ടെ, അവരെല്ലാം ഒരു ടൈമിൽ അവർ പ്രതികൂലത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് അവർ കുടുംബമായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു, കുടുംബമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ആയിരിക്കുന്നു. അതുപോലെ ഇപ്പോൾ അവർ നോക്കിയപ്പോൾ ഈ ദാനിയേലിന് ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, ഒരു തെറ്റും അവനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവിടെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു, അവൻ വിശ്വസ്തനായിരുന്നു, അവൻ ഫെയ്ത്ത്ഫുള്ളായിരുന്നു. അതുകൊണ്ട് എന്തൊന്നുമില്ല, ഒരു കാര്യത്തിൽ അവനെ കുറ്റം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അവനെ നോക്കിയപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമേ ഇവർക്ക് കുറ്റം കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. ന്യായപ്രമാണം അനുസരിച്ച് അവൻ പ്രവാസത്തിൽ ബാബിലോണിലായിരുന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, അവൻ കിളിവാതിൽ തുറന്ന് യെരുശലേമിനെ നോക്കി പ്രാർത്ഥിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പ്രതികൂലത്തിലാണെങ്കിൽ, നിങ്ങൾ പ്രശ്നത്തിലാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം? ദാനിയേൽ ചെയ്തതുപോലെ മാളിക മുറിക്കകത്ത് കയറണം. പുതിയ നിയമത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ തെരിക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനില്ല, നിങ്ങൾ വാതിലടച്ച് നിങ്ങളുടെ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക് ഇരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. രഹസ്യത്തിൽ നമ്മളെ കാണുന്ന ഒരു പിതാവുണ്ട്. നമ്മളെ പൊതുവിൽ പുറമേ ഇന്ന് കാണുന്നവരല്ല, ഒരു മീഡിയയിലോ ഒരു TV സ്ക്രീനിലോ കാണുന്നതല്ല. രഹസ്യത്തിൽ നമ്മളെ കാണുന്ന ഒരു പിതാവുണ്ട്. രഹസ്യത്തിൽ നിന്നോട് സംസാരിക്കുന്ന ഒരു പിതാവുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു. അതിനുശേഷം എല്ലാ വൈകുന്നേരങ്ങളിലും എന്ത് ചെയ്തു? ദൈവം അവരോട് ഇടപെടാൻ വന്നു, ദൈവം അവരോട് സംസാരിപ്പാൻ വന്നു. പ്രതികൂലം വന്നപ്പോൾ പ്രാർത്ഥന നിർത്തിയില്ല. ഈ ദാനിയേൽ എന്ത് ചെയ്തു? പ്രശ്നം വന്നപ്പോൾ പ്രാർത്ഥന നിർത്തിയില്ല. പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തില്ല? പ്രാർത്ഥന നിർത്തിയില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കരുത്, അല്ലെങ്കിൽ ഈ വചനം വായിക്കരുത് എന്ന് നമ്മളോട് പലരും പറഞ്ഞെന്നിരിക്കും. ഇതുകൊണ്ടൊരു രക്ഷയുമില്ല എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ഇവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കരുത്, പക്ഷേ ആരോട് പ്രാർത്ഥിക്കണം? മനുഷ്യനോട് പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിലും ദൈവമക്കളെ അങ്ങനെ അല്ലയോ? മനുഷ്യരോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോഴും വിശ്വസ്തയോട് പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഇത് കാണുന്നുണ്ട്. വിശ്വസ്തയോട് കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കും, കർത്താവ് എനിക്ക് വേണ്ടി പുതിയ വാതിലുകളെ തുറക്കും, എൻ്റെ ഇന്നത്തെ ഈ പ്രതികൂലം മാറിപ്പോകും എന്ന് ആരൊക്കെയോ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യമായി മറുപടി തരുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. പരസ്യമായി നിങ്ങളെ മാനിക്കുക. രഹസ്യത്തിലെ നിങ്ങളുടെ കണ്ണുനീർ, രഹസ്യത്തിലെ നിൻ്റെ കരച്ചിൽ, രഹസ്യത്തിലെ നിൻ്റെ ആ പ്രാർത്ഥന, നിൻ്റെ ആ നിലവിളി, നിനക്ക് മറ്റാരോടും പറയാൻ കഴിയാത്ത വിഷയം, മറ്റാരോട് നിനക്ക് പ്രതികരിക്കാൻ കഴിയാത്ത വിഷയം, ആ ദൈവസന്നിധിയിൽ നിങ്ങൾ ഇറക്കി വയ്ക്കാമോ? ദൈവം നിങ്ങൾക്ക് അത്ഭുതകരമായി മറുപടി തരും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ദാനിയേലിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ട ആൾക്കാർ വരുന്നത് എന്തെങ്കിലും സമ്മാനം കൊടുക്കാനാണോ? എന്തെങ്കിലും നല്ല കാര്യം പറയാനാണോ? കുറ്റം കണ്ടുപിടിക്കുവാൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഈ പ്രാർത്ഥിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ എന്തോ നമ്മളെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ ജോലിക്ക് പോകുന്നവരായിരിക്കാം, നിങ്ങൾ ഏതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സാധാരണ ജോലികൾ എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കാം. നിങ്ങളൊരു ജോലി ചെയ്യുമ്പോഴാണ് ആ ജോലിയിൽ ഒരു മിസ്റ്റേക്ക് വരുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോഴാണ് ആ കാര്യത്തിലൊരു കുഴപ്പം വരുന്നത്. അത് ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നവും വരത്തില്ല. നമ്മൾ സദൃശ്യവാക്യങ്ങളിലെല്ലാം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മടിയൻ എന്ത് ചെയ്യുന്നു? അവൻ ജോലിക്ക് പോകാതിരിക്കുന്നു. അവൻ പറയുന്ന വീതിയിൽ എന്തുകൊണ്ട്? സിംഹമുണ്ട്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ജോലി ചെയ്യാൻ മടിക്കുന്നവർ എന്തോ ചെയ്യുന്നു? അല്ലെങ്കിൽ വിതയ്ക്കാൻ പോകാതെ അവർ വെറുതെ ഇരിക്കുന്നു. അവർ കൊയ്ത്ത് കാലത്തും അവർ എന്തോ ചെയ്യുന്നു? അവർ വെറുതെ ഇരിക്കുന്നു, അവർക്കൊന്നും ലഭിക്കുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഏത് പ്രതികൂലത്തിലും, ഏത് വിഷയത്തിലും, ഏത് തകർച്ചയിലും, ഏത് പ്രശ്നത്തിലും ഈ കർത്താവിനെ മുറുകെ പിടിച്ചാൽ, ഹല്ലേലൂയ, ഈ കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തും. കർത്താവ് നമ്മളെ അത്ഭുതകരമായി വിടുവിക്കും. കർത്താവ് നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് എന്തോ ചെയ്തു? ആ ബന്ധപ്പെട്ട് വന്നവർ, അവർ കണ്ടു എന്ന് പറഞ്ഞവർ പ്രാർത്ഥന നിർത്തി. ഇവിടെ 11-ാമത്തെ വാക്യം ഒന്നും കൂടെ ഞാൻ വായിക്കുകയാണ്. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു, ദാനിയേൽ തൻ്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ട്. ഹല്ലേലൂയ. ഈ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ട് എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും. ദൈവസന്നിധി എന്ന് പറയുമ്പോൾ നമുക്ക് ആലയത്തിൽ പോകണം, ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് പോകണം, അങ്ങനെ ഉള്ള ആ ഒരു സ്ഥലമാണ് ദൈവസന്നിധി. പഴയ നിയമത്തിൽ തന്നെ നമുക്കറിയാലോ, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, പ്രാകാരം എന്നെല്ലാം പറയുന്ന പോലെ, പല തട്ടുകളിലായി തിരിക്കുന്നത് പോലെ ആ ഏറ്റവും അതിവിശുദ്ധ സ്ഥലത്താണ് കർത്താവ് ഇറങ്ങുന്നത്. അങ്ങനെയല്ല, നമ്മളെ ഇന്ന് പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ, ഇവിടെ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ
പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. നീ എവിടെ ആയിരിക്കുന്നു, നീ ഏത് അവസ്ഥയിലായിരിക്കുന്നു? ഒരുപക്ഷെ നിൻ്റെ വീട് ടൈലിട്ടതായിരിക്കത്തില്ല, അല്ലെങ്കിൽ നല്ലൊരു സാഹചര്യത്തിലല്ല ഇന്ന് ഈ വചനം നീ കേൾക്കുന്നത്. ഏത് സാഹചര്യത്തിൽ നീ മുട്ടുമടക്കുന്നു അത് തന്നെയാണ് ദൈവസന്നിധി. അവിടെ പ്രതികൂലമുണ്ടായപ്പോഴും അവിടെ വിഷയമുണ്ടായപ്പോഴും ആ ദാനിയേൽ മുട്ടുമടക്കിയ സ്ഥലം, അതിന് വചനം പറയുന്നത് ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നു, അവിടെ മുട്ടുമടക്കുന്ന സ്ഥലത്ത് അവിടെ യേശുവേ എന്ന അതിരം തുറന്ന് പറയുന്ന ആ സ്ഥലമാണ് ദൈവസന്നിധി. ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് പോകണമെന്നില്ല. നിങ്ങളായിരിക്കുന്ന ഏത് സ്ഥലത്ത് നീ വിളിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമാണ്. 6-ാമത്തെ അധ്യായത്തിൽ താഴോട്ടെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവനെ എന്തോ ചെയ്തു? അവനെ ഈ പ്രതികൂലം വന്നപ്പോൾ എന്തോ ചെയ്തു? അവനെ സിംഹക്കുഴിയിലിട്ട് കളഞ്ഞു. ഉടനെ തന്നെ ഇവർ എന്തോ ചെയ്തു? രാജാവിനോട് പോയി പറഞ്ഞു. രാജാവിനോട് പറഞ്ഞതിന് ശേഷം രാജാവ് എന്തോ ചെയ്തു? രാജാവിന് ആഗ്രഹമുണ്ട് ദാനിയേലിനെ രക്ഷിക്കണം, എങ്കിലും വിശ്വാസത്തിൽ എന്തോ ചെയ്തില്ല, രാജാവിനോട് കോംപ്രമൈസ് ചെയ്തില്ല. രാജാവിനോട് പറഞ്ഞു, ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കും, ഞാൻ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഒത്തിരി പറഞ്ഞതിന് ശേഷം എന്തോ ചെയ്തു? രാജാവിന് അവൻ്റെ മനസ്സിനെ മാറ്റുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം രാജാവ് എന്തോ ചെയ്തു? അവരുടെ കൽപ്പന നടപ്പാക്കണമല്ലോ, അതുകൊണ്ട് സിംഹത്തിൻ്റെ കുഴിക്കകത്തേക്ക് ഇട്ടു. അതിനുശേഷം അവിടെ വചനം പറയുന്നത് എന്താണ്? രാജാവിൻ്റെ ആ സീൽ ചെയ്ത് മുദ്ര വെച്ചു, മഹത്വക്കളുടെ മുദ്ര അതിന്മേൽ പതിപ്പിച്ചു. അതിനുശേഷം ആണ് അത് അടച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടരുത്. സകലരുടെ ആവശ്യം എന്താണ്? പ്രാർത്ഥിക്കുന്നവൻ രക്ഷപ്പെടരുത്. പ്രാർത്ഥിക്കുന്നവനെ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം. പ്രാർത്ഥന അവനെ എങ്ങനെയെങ്കിലും നിർത്തണം. സഭയിൽ പോകാതെ എങ്ങനെയെങ്കിലും അവനെ മുടക്കണം. ഇതാണ് പിശാചിൻ്റെ തന്ത്രം. കാരണം എന്തറിയാം? അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ പ്രതികൂലത്തിൽ നിന്ന് പുറത്തു വരും, അവൻ രോഗത്തിൽ നിന്ന് വിടുവിക്കും. ഇന്നൊരു രോഗത്താലാണോ നിങ്ങൾ ഭാരപ്പെട്ട് എന്നെ കാണുന്നത്? പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. സ്വർഗത്തിലേക്ക് നോക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമെങ്കിൽ മറുപടി തരും. പക്ഷേ അവനെ സിംഹക്കുഴിക്കകത്തിട്ട് എന്തോ ചെയ്തു? രാജാവിന് ഉറക്കമെന്നില്ല. വചനം ഇപ്രകാരം പറയുന്നു, രാജാവ് എന്തോ ചെയ്തു? രാത്രി മുഴുവൻ ഉപവസിച്ചു. അവൻ ഭക്ഷണം അവന് വേണ്ടി വന്നില്ല. അവൻ ഭാര്യയോ വെപ്പാട്ടികളോ മറ്റാരെ അടുത്ത് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. രാത്രി അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി. പക്ഷേ അതിരാവിലെ ചെന്ന് എന്തോ ചെയ്തു? ദാനിയേലിനെ വിളിച്ചു. ഹല്ലേലൂയ. അവിടെ ഒരു വാക്യം ഇപ്രകാരം പറയുന്നു, ജീവനുള്ള ദൈവം. ദാരിയോവേസ് രാജാവ് പറയുന്നത് എന്താണ്? ജീവനുള്ള ദൈവത്തിന് നിന്നെ വിടിവിപ്പാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമോഹങ്ങളെ ദൈവം ഒത്തിരി ഉണ്ടെന്നെല്ലാം ഇങ്ങനെ ലോകത്തിൽ പറയുന്നുവെങ്കിലും ഇവിടെ ആ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു രാജാവ് ദാനിയേലിനോട് ചോദിക്കുകയാണ്, ജീവനുള്ള ദൈവം നിന്നെ സിംഹക്കുഴിയിൽ നിന്ന് വിടിവിപ്പാൻ പ്രാപ്തനായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദാനിയേലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, പെട്ടെന്ന് അവനെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ, പെട്ടെന്ന് അവനെ പുറത്തു കൊണ്ടുവരും. ദാനിയേൽ പറഞ്ഞില്ല, എനിക്കെതിരെ ആ എഴുതിയവരെ കൊന്നുകളയുക, എനിക്കെതിരെ എന്തെങ്കിലും തിന്മ ചെയ്തവരെ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്കെതിരെ പ്രതികൂലം ഉണ്ടാക്കിയവരെ നശിപ്പിച്ച് കളയുക എന്ന് ദാനിയേൽ പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ നോക്കണം, ആരെല്ലാം ദൈവമക്കളോട് എതിരായിട്ട് നിന്നിട്ടുണ്ടോ, ആരെല്ലാം നീ പ്രാർത്ഥനയ്ക്കെതിരായി പ്രാർത്ഥിക്കാൻ പോകരുത്, ആരെല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നീ ഇനി ഇങ്ങനെ ഈ മേഖലയിലേക്ക് കാൽ വയ്ക്കരുത്, നിന്നെ ശരിയാക്കി കളയും, നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ടുണ്ടോ, അവരോട് കൂടെ അല്ല ദൈവം ഇരിക്കുന്നത്. ഇവർ പ്രതികൂലം ഉണ്ടാക്കിയ സകലരും നശിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരെയും കൊല്ലുന്ന ദൈവമല്ല, ആരെ ഉപദ്രവിക്കുന്ന ദൈവമല്ല. വാളെടുത്തിട്ടല്ല ഈ ക്രിസ്ത്യാനിറ്റി വളർന്നത്. ഹല്ലേലൂയ. യേശു കർത്താവിനെ പിടിക്കുവാൻ വേണ്ടി ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ മഹാപുരോഹിതന്മാരും പടയാളികളും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്തോ ചെയ്തു? യേശു കർത്താവിൻ്റെ ശിഷ്യനായ ശിമോൻ പത്രോസ് എന്തോ ചെയ്തു? വാളെടുത്ത് വെട്ടി. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞത് എന്താണ്? വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. ഹല്ലേലൂയ. യേശു കർത്താവിന് വേണമെങ്കിൽ പറയാമായിരുന്നു, എന്നെ ആര് പിടിക്കാൻ പോകുന്നു, എന്നെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്? എല്ലാ ശിഷ്യന്മാരോട് പറയാമായിരുന്നു, നിങ്ങളെല്ലാവരും വാളെടുക്കൂ, നിങ്ങളെല്ലാവരും പോരാടൂ എന്ന് പറയാമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ആരെല്ലാം ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ, ആരെല്ലാം നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ടോ, അപ്പാ പിതാവേ എൻ്റെ ഈ വിഷയത്തിനൊരു മറുപടി തരണം. ഇന്ന് ആരൊക്കെയോ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആരൊക്കെയോ നിരാശയോടുകൂടെ എൻ്റെ ഈ വിഷയത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും, എങ്ങനെ എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നിൻ്റെ ഈ വിഷയങ്ങളിൽ നീ കുരുങ്ങി പോകരുത്. നീ പ്രാർത്ഥിക്കാൻ റെഡിയാണോ? നിന്നെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അത്ഭുതമാക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ എനിക്ക് പറയുവാൻ കഴിയാം. ഈ കഷ്ടതയിലൂടെ കടന്നുപോയവർ, പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയവർ, വിശ്വാസത്തെ മുറുകെ പിടിച്ചവർ, അവർ ഒരു നാളും അവരുടെ മുമ്പിൽ എന്തോ ഇല്ല, അവരുടെ മുമ്പിലെ തകർച്ചകൾക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല. പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരാം, പ്രതികൂലങ്ങൾ നമ്മുടെ ലൈഫിൽ വരാം. പക്ഷേ ആരെല്ലാം വിശ്വസ്തയോടുകൂടെ നിൽക്കുന്നു, കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ബൈബിൾ വായിക്കാൻ
സാഹചര്യമില്ലാത്തവരായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളൊരു സഭയിൽ പോകാത്തവരായിരിക്കാം, ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ സുവിശേഷം കേൾക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? യേശു, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഏത് സ്ഥലത്തായിരിക്കുന്നു, ആ സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് ഒന്ന് നിലവിളിച്ചാൽ, യേശുവേ എൻ്റെ ലൈഫിൽ ഇറങ്ങി വരണം, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണം, എൻ്റെ സ്ഥിതിയെ യേശുവേ ഒന്ന് മാറ്റണം എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? യേശു ആരൊക്കെ നിലവിളിക്കുന്നുണ്ടോ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന കർത്താവാണ്. അവരുടെ ആവശ്യങ്ങളെ ചോദിച്ച് അറിയുന്ന കർത്താവാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് പ്രത്യേകിച്ച് നിങ്ങൾ ഇന്നടുത്ത് വന്നാലേ, ഇത്ര ദിവസം ഉപവാസം വരുന്നാലേ, ഇത്ര കാര്യങ്ങൾ ചെയ്താലേ ഒരു റൂൾ പറയുന്ന ദൈവമല്ല. ഇത്ര സ്തോത്രക്കാഴ്ച എനിക്ക് തന്നാലേ, അല്ലെങ്കിൽ ഇത്ര രൂപയുടെ എനിക്ക് വേണ്ടി ഒരു ക്രിയ ചെയ്താലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസാദിക്കുകയുള്ളൂ എന്ന് പറയുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് ഒന്നും നിങ്ങളുടെ പണം ചോദിക്കുന്നില്ല, നിങ്ങളുടെ വസ്തുവകകൾ ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. കർത്താവ് ചോദിക്കുന്നത് ഹൃദയം ചോദിക്കുന്നു. ഒരു ഹൃദയം ചോദിക്കുന്നത് കർത്താവ് ചോദിക്കുന്നു. ആരൊക്കെ എൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നുവോ അവർക്ക് വേണ്ടി ഞാൻ വാതിൽ തുറന്നു കൊടുക്കും, അവരുമായിട്ട് ഞാൻ അത്താഴം കഴിക്കുമെന്ന് നമ്മുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഹൃദയ കവാടം ഒന്ന് തുറന്നു കൊടുക്കുവാൻ, കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ റെഡിയാണോ? നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവിന് മുമ്പിൽ ഒന്ന് പറയുവാൻ റെഡിയാണോ? കർത്താവേ, എൻ്റെ ആവശ്യങ്ങളെ ഒന്ന് നടത്തണം, കർത്താവേ എൻ്റെ ലൈഫിലെ എൻ്റെ സ്ഥിതിയെ ഒന്ന് മാറ്റണം എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ഈ കർത്താവ് നിശ്ചയമായിട്ട് നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും, നിശ്ചയമായിട്ട് നിങ്ങളുടെ അവസ്ഥയെ മാറ്റും, നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റി. ഇന്ന് നിങ്ങളെ കളിയാക്കുന്നവർ, ഇന്ന് നിങ്ങളെ നിന്ദിക്കുന്നവർ, ഇന്ന് നിങ്ങളെ പുച്ഛിക്കുന്നവർ, ഇവൻ്റെ സ്ഥിതി എന്താകുമെന്ന് നോക്കുന്നവർ, ഇവൻ ക്രിസ്ത്യാനിയായാൽ, അല്ലെങ്കിൽ ഇവൻ ബൈബിൾ വായിക്കുന്നവനായാൽ, ഇവൻ പ്രാർത്ഥിക്കുന്നവനായാൽ ഇവൻ്റെ തലമുറകളുടെ കാര്യം എങ്ങനെയാകും, നിങ്ങളുടെ മക്കളുടെ വിവാഹം എങ്ങനെ നടക്കും, നീ കഷ്ടത്തിലായി പോകത്തില്ലേ എന്നല്ല ഇന്ന് നിങ്ങളെ നോക്കി പറയുന്നവർ. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നിന്നെ അത്ഭുതമാക്കി മാറ്റുന്ന, നിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവത്തെ ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നു. ഒരുപക്ഷെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ നോക്കി ഇങ്ങനെയൊക്കെയാണ് ഒരുപക്ഷെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് പറയുവാൻ ഒരുപക്ഷെ കഴിയത്തില്ല. ഇന്ന് എൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റി. ദൈവം ആണ് എൻ്റെ സ്ഥിതിയെ മാറ്റിയത്, ഒരു മനുഷ്യനല്ല മാറ്റിയത്. ദൈവമാണ് എന്നെ മാനിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരുടെയും സ്ഥിതിയെ ദൈവം മാറ്റും. ഹല്ലേലൂയ. എത്ര പേർ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയും ഈ കർത്താവ് എൻ്റെ സ്ഥിതിയെ മാറ്റും? ഹല്ലേലൂയ. ഇവിടെ 6-ാമത്തെ അധ്യായം താഴോട്ട് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ എന്തോ ചെയ്യുന്നു? ആ പ്രതികൂലത്തിൽ നിന്ന് പുറത്തു വന്നു. ഹല്ലേലൂയ. ഈ ഒരൊറ്റ മനുഷ്യൻ്റെ വിശ്വാസം കാരണം ഒരു രാജ്യത്തിൻ്റെ കൽപ്പനകൾ മാറി. ഹല്ലേലൂയ. ഇവിടെ 22-23 വാക്യങ്ങൾ കഴിഞ്ഞ് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ദാരിയാവേസ് രാജാവ് എഴുതുകയാണ്. ദാരിയാവേസ് രാജാവ് എഴുതുകയാണ്, ഇനിമേലിൽ എന്നെ വിളിച്ചല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദാനിയേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ ഒരു മറുപടി. നമ്മളോട് എതിർക്കുന്നവരോട് നമ്മൾ മറുത്ത് പറയണ്ട. നിങ്ങളോട് തർക്കിക്കുന്നവരോട് തിരിച്ച് തർക്കിക്കുവാനല്ല ദൈവം പഠിപ്പിച്ചത്. നിങ്ങളെ അടിക്കുന്നവനെ തിരിച്ചടിക്കുവാനല്ല ദൈവം പഠിപ്പിച്ചത്. നമ്മൾ എന്ത് ചെയ്യണം? അല്പം ഒന്ന് ദൈവസന്നിധിയിൽ ഇരുന്നാൽ നമ്മൾ ഈ ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവേ, എൻ്റെ ഈ അവസ്ഥയെ മാറ്റണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്കെതിരെ പ്രതികൂലം ചെയ്തവൻ്റെ തലയിൽ ഇടി വീഴാൻ വേണ്ടിയല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ആ സഹോദരനെ കൂടെ ഒന്ന് രക്ഷിക്കണം. ഹല്ലേലൂയ. നമുക്ക് പുതിയ നിയമത്തിൽ ഒരു ശൗലിനെ നമുക്ക് കാണുവാൻ കഴിയും. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ടൈമിൽ എന്തോ ചെയ്തു? കല്ലെറിയുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നവനാണ്. പക്ഷേ അടുത്തൊരു കാലഘട്ടത്തിൽ എന്തോ ചെയ്തു? അധികാരപത്രം വാങ്ങിച്ച് എവിടെയൊക്കെ വിശ്വാസികളുണ്ട്, എവിടെയൊക്കെ ക്രിസ്ത്യാനികളുണ്ട്, സകലരെയും നശിപ്പിക്കുവാൻ വേണ്ടി പുറപ്പെട്ടവനാ. പക്ഷേ ക്രിസ്ത്യാനികൾ പേടിച്ചു. പലരും പ്രാർത്ഥിച്ചു കാണും, കർത്താവേ, ദൈവമേ, ഈ ശൗൽ എൻ്റെ വീട്ടിൽ എന്നാണ് വരുന്നത്? അവനിതാ യെരുശലേമിൽ നിന്ന് അധികാരപത്രവും വാങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ, ഞങ്ങളെ എല്ലാം കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. ഏത് സമയത്താണ് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോവുക? ഞങ്ങളുടെ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് പോവുക, മക്കളെ പിടിച്ചുകൊണ്ട് പോവുക? എങ്ങനെയാണ്? കൊന്നുകളയുവാനുള്ള അധികാരം അവൻ്റെ കയ്യിലുണ്ട്. പക്ഷേ പറയട്ടെ, ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ, ഹല്ലേലൂയ, ഇവിടെ വചനം പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക് എന്നാണ്. രാത്രിയാണെങ്കിൽ ഒരുപക്ഷെ പ്രകാശത്തിന് വ്യത്യാസം വന്നെന്നിരിക്കുക. പക്ഷേ ഉച്ചയ്ക്ക് 12 മണിക്ക് സൂര്യൻ്റെ പ്രകാശത്തിനേക്കാളും വലിയ പ്രകാശം എന്ന് പറഞ്ഞാൽ ടോർച്ചടിച്ച പ്രകാശമല്ല, അല്ലെങ്കിൽ ബൾബ് കത്തിച്ച പ്രകാശമല്ല. സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുന്ന പ്രകാശം എന്തോ ചെയ്തു? അവൻ്റെ മേലടിച്ചു. ഹല്ലേലൂയ. പക്ഷേ അവിടെ എന്തോ ചെയ്തു? ആ പ്രകാശം കണ്ടതും അവൻ്റെ പുറമേയുള്ള കണ്ണടഞ്ഞു. ഹല്ലേലൂയ. പുറമേയുള്ള കണ്ണ് അവൻ്റെ അടഞ്ഞുപോയി. അവൻ എന്തോ ചെയ്തു? അവിടെ വചനം പറയുന്നു, അവൻ 3 ദിവസം ആഹാരം കഴിച്ചില്ല, 3 ദിവസം അവൻ ഭക്ഷണം കഴിച്ചില്ല. അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കർത്താവ് അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവൻ പിന്നെ പുറത്ത് വരുന്നത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ആരെങ്കിലും പ്രതികൂലം ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ ഈ ദൈവത്തെ വിട്ടുകളയണം, ഇത് മോശമാണ് എന്നെല്ലാം പറഞ്ഞ് ആരെങ്കിലും പ്രതികൂലം ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, ഈ കർത്താവ്
വിടിവിപ്പാൻ കഴിയുമോ? ആ സഹോദരനെയും കൂടെ ഒന്ന് മാറ്റുവാൻ കഴിയുമോ? കർത്താവെ, ഞങ്ങളെ ഈ സ്വാതന്ത്ര്യമായിട്ട് പ്രാർത്ഥിപ്പാൻ ഒന്ന് സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? കർത്താവ് നിങ്ങൾക്ക് മറുപടി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒന്നൊരു പക്ഷേ ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദേശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഇനി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും പ്രതികൂലമാണ്, പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളാണ്, പല സ്ഥലങ്ങളിലും നമുക്ക് ആരാധനയ്ക്ക് ഒരുമിച്ച് വരാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് വരാൻ കഴിയുന്നില്ല, പല സ്ഥലങ്ങളിലും വിഷയമുണ്ടാക്കുന്നു. പക്ഷേ നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇവിടെ വചനം പറയുന്നു, അവസാനത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ഇവിടെ എന്താ പറയുന്നത്? ദാര്യാവേസിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരസിൻ്റെ വാഴ്ചയിലും എന്തോ ചെയ്തു? ശുഭപ്പെട്ടിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഈ സന്ദേശം കേട്ട നിങ്ങൾ എത്ര പ്രതികൂലത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ ഈ കോൺഗ്രസിൻ്റെ ഭരണം മാറിയെന്നിരിക്കുക, കമ്മ്യൂണിസ്റ്റിൻ്റെ ഭരണം മാറിയെന്നിരിക്കുക, BJP വന്നിട്ട് പോയെന്നിരിക്കുക, പക്ഷെ നീ ശുഭമായിരിക്കും. നിനക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. ക്രിസ്ത്യാനികളെന്ന് പറയുന്ന പലർക്കും പ്രശ്നം ഉണ്ടായെന്നിരിക്കുക. പേരിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, അതാണ് ഇതാണെന്ന് പറയുന്നവർക്ക് പ്രശ്നം ഉണ്ടായിരിക്കുക. ഇവിടെ പ്രവാസകാലത്താണ്. പ്രവാസകാലത്തിൽ എന്തോ ദാനിയേൽ ശുഭമായിരുന്നുവെങ്കിൽ അവൻ രാജകൊട്ടാരത്തിൽ, അവൻ ശത്രുവിൻ്റെ രാജകൊട്ടാരത്തിനകത്താണ്. അവിടെ ഏറ്റവും നല്ലവണ്ണം അനുഗ്രഹിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കൊറോണ വന്നിട്ട് തകർന്നു പോകാത്തവരാണ് നമ്മൾ. പ്രശ്നങ്ങൾ അന്ന് സഭകൾ അടച്ചുപൂട്ടിയപ്പോൾ നമ്മൾ പൂട്ടിപ്പോകാത്തവരാണ്. നമ്മളെ നടത്തിയ ഒരു ദൈവമാണ് ഈ കർത്താവ്. ഇന്നും അത്യന്തമായി നടത്തും. ഇന്ന് ഈ വചനം കേട്ട് എത്ര പേർ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ റെഡിയാണ്? നിന്നെ ശുഭമായി നടത്തുന്ന, നിന്നെ ഐശ്വര്യമായി നടത്തുന്ന, നിന്നെ ആരോഗ്യത്തോടു കൂടെ നടത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നു. ഈ ദൈവത്തോട് എത്ര പേർ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ റെഡിയാണ്? എത്ര പേർ നിങ്ങൾ കണ്ണുനീരൊഴുപ്പാൻ റെഡിയാണ്? നിങ്ങളുടെ പ്രതികൂലത്തിൽ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിക്കുന്നവരാണോ? നിങ്ങളെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണി മുഴങ്ങിയിട്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയാണോ? നിങ്ങളോട് ദൈവം ഇടപെടുന്നു. നിന്നോടാണ് സഹോദരി ദൈവം സംസാരിക്കുന്നത്. നിന്നോടാണ് സഹോദര ദൈവം സംസാരിക്കുന്നത്. ഇന്ന് ഈ വചനത്തിലൂടെ നിനക്കൊരു ഉറപ്പ് വരുന്നുണ്ട്, നിനക്കൊരു ധൈര്യം ദൈവം തരുന്നുണ്ട്. നിന്നെ വാലല്ല തലയാക്കുന്ന ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദാനിയേൽ ആ രാജാവിൻ്റെ കാലത്തും അടുത്ത രാജാവിൻ്റെ കാലത്തും ശുഭമായിരുന്നുവെങ്കിൽ നീയും ശുഭമായി ഇരിക്കും. നീ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഇന്നത്തെ പ്രതികൂലം മാറിപ്പോകും, ഇന്നത്തെ പ്രശ്നം മാറിപ്പോകും. എത്ര പേർ നിങ്ങൾ റെഡിയാണ്? ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതികൂലത്തിലായിരിക്കുന്നവരെ, പ്രശ്നത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ ഇരുന്നൊന്ന് കണ്ണുകളെ അടച്ചാട്ടെ. എവിടെ ആയിരിക്കുന്നു അവിടെ സ്വർഗത്തിലേക്കൊന്ന് നോക്കിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദാനിയേൽ അവിടെ ആയിരുന്ന സ്ഥലത്ത് അവിടെ ഇരുന്നു കൊണ്ട് അവൻ ദൈവസന്നിധിയിൽ, വചനം പറയുന്ന അവൻ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിന് ദൈവം മറുപടി കൊടുത്തു. ദൂതനെ അവിടെ ദാനിയേൽ രാജാവിനോട് പറഞ്ഞാണ്, ദൈവം ഒരു ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ പ്രതിയോഗിയായി നിൽക്കുന്നവരുടെ മേൽ ഒരു ദൂതനെ ദൈവം അയക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കാൻ പോകുന്നു. കർത്താവെ, ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേട്ട അവനായിരിക്കുന്ന ഭവനങ്ങളിൽ, അവനായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ, ഏത് പ്രതികൂലത്തിലായാലും കർത്താവെ, ദൂതനെ അങ്ങ് അയക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളുടെ മേൽ ദൂതന്മാർ ഇറങ്ങട്ടെ. സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞ ദൂതൻ ആ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇട്ട് കളഞ്ഞപ്പോൾ അവന് രക്തത്തിൻ്റെ മണം അവിടെ സിംഹത്തിന് വന്നില്ല, മാംസത്തിൻ്റെ മണം അവിടെ സിംഹത്തിന് വന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ പ്രതികൂലം കർത്താവെ ഇവരുടെ മധ്യത്തിൽ നിന്ന് മാറട്ടെ. ഇന്നത്തെ കർത്താവെ പ്രശ്നം ഇവരുടെ മധ്യത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ഒരത്ഭുതമായി മാറട്ടെ. രോഗത്തിലായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ദൈവകരം ചലിക്കപ്പെടട്ടെ. സകലരെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.